ലോകത്തെ മുഴുവൻ നിശബ്ദരാക്കിക്കൊണ്ട് ഇറാൻ വരും ദിവസങ്ങളിൽ പുതിയ അത്ഭുതങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിം പുറത്തുവിട്ട ഈ വിവരങ്ങൾ വെറുമൊരു അവകാശവാദമാണോ അതോ ലോകശക്തികളെ മുട്ടുകുത്തിക്കാനുള്ള കൃത്യമായ സൈനിക നീക്കമാണോ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്താണ് ഇറാൻ ഉദ്ദേശിക്കുന്ന ഈ അത്ഭുതങ്ങൾ? ഈ ചോദ്യത്തിന് പിന്നിൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. അത് നമ്മൾ ഇതുവരെ കാണാത്ത അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയാകാം, അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ കോട്ടകളെ തകർക്കാൻ ശേഷിയുള്ള സൈബർ ആക്രമണങ്ങളുമാകാം. ഇന്ന് യുദ്ധം എന്നത് വെറും സൈനിക ഏറ്റുമുട്ടലല്ല എന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവര നിയന്ത്രണം, സാമ്പത്തിക സമ്മർദ്ദം, സൈബർ ഇടപെടൽ എന്നിവ കോർത്തിണക്കിയുള്ള ഒരു ഹൈബ്രിഡ് യുദ്ധമുറയാണ് ഇറാൻ പരീക്ഷിക്കുന്നത്. ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഭീതിയുടെ നിഴലിൽ നിർത്തുകയും ചെയ്യുക എന്ന മനഃശാസ്ത്രപരമായ തന്ത്രം ഇതിൽ പ്രധാനമാണ്. ഈ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദു ഇന്നും ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പാതയിൽ ഇറാൻ നടത്തുന്ന ഓരോ നീക്കവും ലോക സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ആഗോള വിപണിയിൽ എണ്ണ വില കുതിച്ചുയരാനും വൻ ശക്തി രാജ്യങ്ങളെ സാമ്പത്തികമായി തളർത്താനും കാരണമാകും. ഈ തന്ത്രപരമായ മുൻതൂക്കം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈനിക തന്ത്രങ്ങൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ നൽകുന്നില്ല എന്ന വിലയിരുത്തലുകളും ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ്. നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വിവരയുദ്ധത്തിനും പ്രാധാന്യം നൽകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. ഇറാന്റെ ഈ പുതിയ നീക്കങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക കണക്കുകൂട്ടലുകളെ മുഴുവൻ തെറ്റിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാന കാര്യം എന്നത് യുദ്ധത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. മിസൈലുകൾ പ്രയോഗിക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ന് ഒരു സൈബർ ആക്രമണത്തിന് സാധിക്കും. ശത്രു രാജ്യത്തിന്റെ സാമ്പത്തിക വിനിമയങ്ങളോ ഊർജ്ജ വിതരണമോ നിശ്ചലമാക്കാൻ കഴിഞ്ഞാൽ അത് യുദ്ധകളത്തിലെ വിജയത്തെക്കാൾ വലുതാണ്. ഇറാൻ മുന്നോട്ട് വെക്കുന്ന അത്ഭുതങ്ങൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളായിരിക്കാം. ഈ സംഘർഷം ഒരു പ്രാദേശിക പ്രശ്നം എന്നതിലുപരി ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഓഹരി വിപണിയിലെ അനിശ്ചിതത്വവും അന്താരാഷ്ട്ര വ്യാപാരത്തിലെ ആശങ്കകളും ഇതിന്റെ ഉദാഹരണങ്ങളാണ്. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം നിബന്ധനകൾക്കനുസരിച്ച് യുദ്ധക്കളത്തെ മാറ്റാൻ ഇറാൻ സാധിക്കുന്നു എന്നത് അവരുടെ വലിയൊരു വിജയമാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ ഇനി എന്ത് സംഭവിക്കുമെന്നത് ഇറാന്റെ ഈ രഹസ്യ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. വരും ദിവസങ്ങളിൽ ഇറാൻ പുറത്തെടുക്കാൻ പോകുന്ന ആ അത്ഭുതം ലോകത്തെ ഞെട്ടിക്കുമോ അതോ ഇതൊരു നയതന്ത്രപരമായ നീക്കം മാത്രമാണോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആഗോള ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ മാറ്റത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഓരോ നീക്കവും ഓരോ പ്രസ്താവനയും ആഗോളതലത്തിൽ നിർണായകമായ ഈ ഘട്ടത്തിൽ ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് ഇറാനിലേക്ക് നോക്കുകയാണ്.